ഗുഡ് മോർണിംഗ് ടു ആൾ. ഇനി നമ്മളൊരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ഐസോമോർഫിസം ആണല്ലേ. അതായത് എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ഇസഡ് എം എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ഇസഡ് എം ക്രോസ് ഇസഡ് എൻ എന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു ഡെഫിനീഷൻ പഠിക്കുകയാണ്. അപ്പോൾ ഡെഫിനീഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എൽ സി എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എൽ സി എം എന്ന് ഇപ്പോൾ രണ്ട് എലിമെൻറ്റിൻ്റെ എൽ സി എം R1 R2ൻ്റെ എൽ സി എം പറഞ്ഞാൽ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ഈച്ച് RI എന്നാണെന്ന് അറിയാം. അതേപോലെ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ഡെഫിനീഷൻ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു റിസൾട്ടാണ് ആറും എസ്സും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ആ ആർ ആൻഡ് എസിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ജനറേറ്റർ ഓഫ് എ സെർട്ടിൻ സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഒന്നുകൂടി പറയാം, ആറും എസ്സും പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ജനറേറ്റർ ഓഫ് എ സെർട്ടിൻ സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ സെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ആറും എസ്സിൻ്റെയും മൾട്ടിപ്ലൈ വരുന്ന എലിമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് എടുത്തു. അതൊരു ഇസഡിൻ്റെ സബ്സെറ്റാണ്, നമുക്കറിയാൻ പറ്റും. അതൊരു സബ് ഗ്രൂപ്പുമാണ്, അതൊരു സൈക്ലിക് ഗ്രൂപ്പുമാണ്. അതായത് ഇസഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ ആർ ആൻഡ് എസ് എന്ന് പറഞ്ഞ രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൽ ആ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കോമൺ മൾട്ടിപ്ലൈ വരുന്ന എല്ലാ എലിമെൻറ്റ്സിൻ്റെയും കളക്ഷൻ എടുത്താൽ അത് എന്ന് പറയുന്നത് ഇസഡിൻ്റെ ഒരു സബ്സെറ്റുമാണ്. അത് ഓൾറെഡി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊരു സബ് ഗ്രൂപ്പ് ഓഫ് ഇസഡ് ആണ് എന്ന്. ഹെൻസ് അതെന്തായിരിക്കും, ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറലി R1 R2 എക്സെട്ര Rn എന്ന് പറഞ്ഞാൽ n പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എടുത്താൽ എൻസിൻ്റെ ഓൾ കോമൺ മൾട്ടിപ്പിൾസിൻ്റെ കളക്ഷൻ എടുത്താൽ അതൊരു സബ് ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ അതൊരു സൈക്ലിക് ഗ്രൂപ്പുമാണ്. ക്ലിയർ ആണോ? ഇതേപോലെ നമ്മളൊരു ഡെഫിനേഷനിലോട്ട് വരികയാണ്. R1 R2 എക്സെട്ര Rn എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈസ് ദ പോസിറ്റീവ് ജനറേറ്റർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് all common multiples of the Ri, that is the cyclic group of all integer divisible by each Ri for I equal to 1 to etc. n. അപ്പോൾ R1 R2 എക്സെട്ര Rnൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഈസ് എ പോസിറ്റീവ് ജനറേറ്റർ ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓൾ കോമൺ മൾട്ടിപ്പിൾ ഓഫ് Ri, that is the LCM of R1 R2 etc. Rn is a smallest positive integers that is multiple of each Ri. ക്ലിയർ ആണ്? അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഡെഫിനേഷൻ തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പിൽ നമ്മൾ LCM എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഒരു ജനറേറ്റർ ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പോസിറ്റീവ് ജനറേറ്റർ ഓഫ് എ ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന്. അപ്പോൾ ഈ പോസിറ്റീവ് ജനറേറ്റർ ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന ആ ഒരു കൺസെപ്റ്റ് നിന്നാണ് നമുക്ക് R1 R2 എക്സെട്ര Rn ഒരു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ജനറേറ്റർ ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓൾ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് Ri, ദാറ്റ് ഈസ് the cyclic group of all integer which is divisible by each Ri. നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഡെഫിനേഷൻ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു തിയറം പഠിക്കുകയാണ്. ലെറ്റ് A1 A2 എക്സെട്ര AN ബിലോങ്സ് ടു പ്രൊഡക്റ്റ് I equal to 1 to n GI. നമുക്കറിയാം ഈ n ട്രിപ്പിൾ പറയുന്ന എലമെൻ്റാണ്, പ്രൊഡക്റ്റിലുള്ള ഒരു എലമെൻ്റാണ്. AI ഈസ് എ ഫൈനൈറ്റ് ഓർഡർ Ri in GI. അതായത് ജി ഐയിലുള്ള ഒരു എലിമെൻ്റാണ് AI. അതിൻ്റെ ഓർഡർ നമ്മൾ RI ആയിട്ട് എടുത്തു. ദെൻ ദ ഓർഡർ ഓഫ് A1 A2 എക്സെട്ര AN ഇൻ പ്രൊഡക്റ്റ് ഈക്വൽ ടു 1 to n GI ഈസ് ഈക്വൽ ടു ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഓൾ RI. അപ്പോൾ A1 A2 എക്സെട്ര AN എന്ന പ്രൊഡക്റ്റിലെ ഒരു n ട്രിപ്പിൾ ആയ എലിമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓരോ RIൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ri എന്ന് പറയുന്നത് ഓർഡർ ഓഫ് AI ഇൻ GI. നമുക്കറിയാം ജി ഐയിലുള്ള ഒരു എലിമെൻറ്റ് AI എടുത്തു, അതിൻ്റെ ഓർഡറിനെ നമ്മൾ ഡിനോട്ട് ചെയ്തു Ri. ഇനി പ്രൊഡക്റ്റ്, ദെൻ ദ ഓർഡർ ഓഫ് A1 A2 എക്സെട്ര AN പ്രൊഡക്റ്റ് GI ഈസ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് A1 A2 എക്സെട്ര AN ദാറ്റ് ഗീവ്സ് ദ ഐഡൻറ്റിറ്റി E1 E2 എക്സെട്ര EN. അപ്പോൾ നമുക്ക് ഈ A1 A2 എക്സെട്ര AN എന്ന n ട്രിപ്പിൾസിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക പറഞ്ഞാൽ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ n സച്ച് ദാറ്റ്
ദാറ്റ് അതിൻ്റെ പവർ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കണം എന്നാണ് ഡെഫിനേഷൻ. അതേ ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിരുന്നത്. അപ്പോൾ സിൻസ് ആർ ഐ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ ഐ ആൻഡ് ജി ഐ ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് എ ഐ വിച്ച് ഗിവ്സ് ദ ഐഡൻറ്റിറ്റി ഇ ഐ, ദാറ്റ് ഈസ് എ റേസ് ടു എ ഐ റേസ് ടു ആർ ഐ ഈക്വൽ ടു ഇ ഐ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പറയാം ആർ ഐ എന്ന് പറയുന്നത് എന്താണെന്ന് എ ഐൻ്റെ ഓർഡർ ആണെന്ന് പറയാൻ പറ്റും. സോ ഫോർ എ പവർ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര എ എൻ ടു ഗീവ് ദ ഐഡൻറ്റിറ്റി ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ. അപ്പോൾ എ വൺ ഇ ടു എക്സെട്ര എന്നിൻ്റെ പവർ ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടണമെങ്കിൽ ദ പവർ മസ്റ്റ് ബി സൈമൾട്ടേനിയസ്ലി ബി മൾട്ടിപ്പിൾ ഓഫ് ആർ വൺ ആർ ടു എക്സെട്ര ആർ എൻ അല്ലേ. അപ്പോൾ ഇത് ഓരോ എ വൺ ഇ ടു എക്സെട്ര എ എന്നിൻ്റെ പവർ ഐഡൻറ്റിറ്റി ആവണമെങ്കിൽ എ വണ്ണിൻ്റെ പവർ ആർ വൺ, എ ടുവിൻ്റെ പവർ ആർ ടു എക്സെട്ര എൻ്റെ പവർ ആർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വേണം, ഇത് സൈമൾട്ടേനിയസ്ലി ബി എ മൾട്ടിപ്പിൾ ഓഫ് ആർ വൺ ആർ ടു എക്സെട്ര ആർ എൻ വരണം അല്ലേ. സോ ദ ഓർഡർ ഓഫ് എ വൺ എ ടു എക്സെട്ര എ എന്ന് പറയുന്നത് LCM ഓഫ് ഓൾ ദി ആർ ഐ. ദ മൾട്ടിപ്പിൾ ഓഫ് ആർ വൺ ആർ ടു എക്സെട്ര ആർ എന്നിൻ്റെ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറായി വരണം എന്ന് പറഞ്ഞാൽ എന്താ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, LCM എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻറ്റർവൽസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് LCM ഓഫ് ഓൾ ദി ആർ ഐ ആയിരിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിലത്തെ പ്രൂഫിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം എ ഐൻ്റെ ഓർഡർ ആർ ഐ ആണെങ്കിൽ എൻട്രിപ്പിൾ എ വൺ എ ടു എക്സെട്ര എ എന്നിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഓൾ ദി ആർ ഐ ആയിരിക്കണം. നെക്സ്റ്റ് നമ്മളൊരു എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്. എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ഓർഡർ ഓഫ് 8, 4, 10 ഇൻ ഗ്രൂപ്പ് Z12 ക്രോസ് Z16 ക്രോസ് Z24. അതായത് ഫൈൻഡ് ദ ഓർഡർ ഓഫ് 8, 4, 10 ട്രിപ്ലറ്റിൻ്റെ 8, 4, 10 എന്ന ഒരു എലമെൻറ്റ് Z12 ക്രോസ് Z16 ക്രോസ് Z4 എടുത്തപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓർഡർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു ഒരു എൻട്രിപ്പിൾസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ഓർഡർ കണ്ടുപിടിച്ച് അതിൻ്റെ LCM ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 8ൻ്റെ ഓർഡർ Z12 കണ്ടുപിടിക്കണം, 4ൻ്റെ ഓർഡർ Z16 കണ്ടുപിടിക്കണം, 10ൻ്റെ ഓർഡർ Z24 കണ്ടുപിടിക്കണം. അപ്പോൾ ഓർഡർ ഓഫ് 18 Z12 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, 12 ബൈ GCD ഓഫ് 12 ആൻഡ് 8 എന്നാണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. 8ൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു GCD ഓഫ് 12 ആൻഡ് 8 4 ആയതുകൊണ്ട് 12 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു നമുക്ക് 3 കിട്ടും. ഇതേപോലെ ഓർഡർ ഓഫ് 4 ഇൻ Z60 പറയുന്നത് 60 ഡിവൈഡഡ് ബൈ GCD ഓഫ് 64,4 സോ വിച്ച് ഈസ് ഈക്വൽ ടു 60 ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. അതേപോലെ Z4 10ൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ GCD ഓഫ് 24,10 വിച്ച് ഈസ് ഈക്വൽ ടു 24 ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ നമ്മൾ 8ൻ്റെ ഓർഡർ കണ്ടുപിടിച്ചു, 4ൻ്റെ ഓർഡർ കണ്ടുപിടിച്ചു, 10ൻ്റെ ഓർഡറും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആരുടെ ഓർഡർ കണ്ടുപിടിക്കണം, ഈ ട്രിപ്ലറ്റ് 8, 4, 10 ഇൻ Z12 ക്രോസ് Z60 ക്രോസ് Z24 ഓർഡർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ തിയറം പ്രകാരം വിച്ച് ഈസ് ഈക്വൽ ടു LCM ഓഫ് ഓർഡർ ഓഫ് 8, ഓർഡർ ഓഫ് 4, ഓർഡർ ഓഫ് 10 ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. അതായത് LCM ഓഫ് ഓർഡർ ഓഫ് 8 3, 15, 12 അതിൻ്റെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 60 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമ്മൾ ഇതേപോലെ ഫൈൻഡ് ദ ഓർഡർ ഓഫ് 2, 6 ഇൻ Z4 ക്രോസ് Z12. അപ്പോൾ നമ്മൾ ഓർഡർ ഓഫ് 2 ഇൻ Z4 കണ്ടുപിടിച്ചു. Z4 എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ GCD ഓഫ് 2 ആൻഡ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 4 ബൈ 2 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓർഡർ ഓഫ് 6 ഇൻ Z12 എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ GCD ഓഫ് 6, 12 വിച്ച് ഈസ് ഈക്വൽ ടു 12 ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. നെക്സ്റ്റ് ഓർഡർ ഓഫ് 2, 6 ഇൻ Z4 ക്രോസ് Z2 പറയുന്നത് നമ്മളെ തിയറം പ്രകാരം LCM ഓഫ് ഓർഡർ ഓഫ് 2 in Z4 order of 6 in Z12 that is our LCM of 2, 2 which is equal to 2 ആണ്. നെക്സ്റ്റ് പ്രോബ്ലം ഇതേപോലൊരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ ഓർഡർ ഓഫ് 3, 6, 12, 16 ഇൻ Z4 ക്രോസ് Z12 ക്രോസ് Z20 ക്രോസ് Z24. അപ്പോൾ ഓർഡർ ഓഫ് 3 ഇൻ Z4 കണ്ടുപിടിച്ചു. 4 ഡിവൈഡഡ് ബൈ GCD ഓഫ് 3 ആൻഡ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 4 ബൈ 1 ഈക്വൽ ടു 4 ആണ്. അതേപോലെ ഓർഡർ ഓഫ് 6 ഇൻ Z12 ഈക്വൽ ടു 12 ബൈ GCD ഓഫ് 6, 12
which is equal to 12 by 6 which is equal to 2 ആണ്. Order of 12 in Z20, 20 divided by GCD of 12 by 20, 12, which is equal to 20 by 4 equal to 5. Order of 16 in Z24, 24 divided by GCD of 16, 24, which is equal to 24 by 8, which is equal to 3. Therefore, the order of 4, 6, 12, 16 in Z4 cross Z12 cross Z20 cross Z24 equal to LCM of 4, 2, 5, 3 which is equal to നമുക്ക് 60 കിട്ടി. ഇതേപോലെ ഞാൻ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കാം കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സാമിന് മാത്രമല്ല, ഇങ്ങനത്തെ പ്രോബ്ലം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ചോദിക്കാറുണ്ട്. അതുപോലെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഇപ്പോൾ സെക്ഷൻ 11 എടുത്തെങ്കിൽ സെക്ഷൻ 11 ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറേ എക്സസൈസ് ഉണ്ട്. അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അത് കാരണം എല്ലാ പ്രോബ്ലം കിട്ടണമെന്നല്ല, എന്നാലും നമ്മൾ പഠിച്ച ഈ സെക്ഷൻ കഴിയുമ്പോൾ ചെയ്ത് തുടങ്ങിയാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ച സെക്ഷൻ വരെയുള്ള പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവും. ഇത് എന്താണ് നമ്മൾ പഠിച്ചതെന്നുള്ളതൊക്കെ മനസ്സിലാവാനുള്ള ഒരു ഐഡിയാസും, അതായത് നമ്മൾ പഠിച്ച തിയറി പ്രോബ്ലമാറ്റിക്കലി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയണമെങ്കിൽ ഈ എക്സസൈസ് ചെയ്തിരിക്കണം കേട്ടോ എല്ലാവരും. അതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഈ 3 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ ലിസ്റ്റ് ദ എലിമെൻറ്റ് ഓഫ് Z2 ക്രോസ് Z4. Z2 ക്രോസ് Z4ലെ എലിമെൻറ്റ്സ് എങ്ങനെ എഴുതാൻ നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് ഫൈൻഡ് ദ ഓർഡർ ഓഫ് ഈച്ച് ഓഫ് ദി എലിമെൻറ്റ്. അതിലുള്ള എല്ലാ എലിമെൻറ്റ്സിൻ്റെയും ഓർഡർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈസ് ദിസ് സൈക്ലിക് ഗ്രൂപ്പ് ആണോ നോക്കുക. ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണോ എന്ന് നോക്കുക. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ആവണമെങ്കിൽ നമുക്കറിയാം ഗ്രൂപ്പിൻ്റെ ഓർഡറും ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ അതിൻ്റെ ജനറേറ്ററായി വരുന്ന എലിമെൻറ്റിൻ്റെ ഓർഡറും എന്തുതന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കണം അല്ലേ. അങ്ങനെ ഒരു ജനറേറ്റർ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിരിക്കണം. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ Z ക്രോസ് Z2 എന്നൊരു ഗ്രൂപ്പ് എടുക്കുകയാണ്. വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ ദി എലിമെൻറ്റ്സ് 1, 0 ആൻഡ് 0, 1. അതായത് Z ക്രോസ് Z2ൽ ജനറേറ്റർ എന്ന് പറയുന്നത് 2 എലിമെൻറ്റ്സ് ആണ്. 1, 0, 0, 1. ഈ 2 എലിമെൻറ്റ് കൊണ്ടാണ് Z ക്രോസ് Z2 നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മോർ ജനറലി ദ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് എൻ സൈക്ലിക് ഗ്രൂപ്പ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഐദർ Z or Zm for some positive integers is generated by the n tuples 1, 0, 0, 0, etc. 0, 0, 1, 0, 0, etc. 0, 0, 0, 1, 0, etc. 0, etc. 0, 0, 0, 1. അപ്പോൾ ഇസഡോ അല്ലെങ്കിൽ മറ്റേ ഭാഗത്ത് ഇസഡെമ്മോ വന്നാൽ ജനറലി ഈ എലിമെൻറ്റ്സ് എൻ ടുപ്പിൾസിലെ എലിമെൻറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രൂപ്പിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സച്ച് ഡയറക്റ്റ് പ്രോഡക്റ്റ് മൈറ്റ് ആൾസോ ബി ജനറേറ്റഡ് ബൈ ഫ്യൂവർ എലിമെൻറ്റ്സ്. നമുക്ക് കുറച്ച് എലിമെൻറ്റ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അതായത് ഒന്നില്ലെങ്കിൽ ഇസഡ് ഓർ ഇസഡെമ്മോ വരികയാണെങ്കിൽ, ഡയറക്റ്റ് പ്രോഡക്റ്റിൽ ഏതോന്നെങ്കിലും ഇസഡ് ഓർ ഇസഡെം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള എലിമെൻറ്റ്സ് കൊണ്ട് എന്തായാലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. വേറെ എലിമെൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും, നമുക്ക് എന്തായാലും ജനറലി നമുക്ക് പറയാം ഈ എൻ ടുപ്പിൾസിലെ എലിമെൻറ്റ് കൊണ്ട് ഈ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ ഒരു എക്സാമ്പിളാണ് ഇൻ Z3 ക്രോസ് Z4 ക്രോസ് Z35 ഈസ് ജനറേറ്റഡ് ബൈ സിംഗിൾ എലിമെൻറ്റ് 1, 1, 1. അതുപോലെ ഈ ഒരു ഗ്രൂപ്പ് എടുത്താൽ ഇതിലൊരു സിംഗിൾ എലിമെൻറ്റ് 1, 1 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ, ഈ ജനറേറ്ററിൻ്റെ ഓർഡർ ആയിരിക്കില്ല. അപ്പോൾ ഓർഡർ ഓഫ് 1, 1, 1 എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് 1 ഇൻ Z3 കണ്ടുപിടിക്കണം, ഓർഡർ ഓഫ് 1 ഇൻ Z4 കണ്ടുപിടിക്കണം, ഓർഡർ ഓഫ് 1 ഇൻ 35 കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ LCM കണ്ടുപിടിക്കണം. അപ്പോൾ LCM എന്ന് പറയുന്നത് 3, 4, 35 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 420 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ജനറേറ്ററിൻ്റെ ഓർഡറും അതിൽ ഗ്രൂപ്പിൻ്റെ ഓർഡറും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് Z3 ക്രോസ് Z4 ക്രോസ് Z35 എന്ന് കിട്ടും. അപ്പോൾ ഓൾറെഡി അറിയാത് സൈക്ലിക് ഗ്രൂപ്പാണ്. കാരണം ഈ Z3 ക്രോസ് Z4 ക്രോസ് Z35 ഇത് മൂന്നും എന്ത് തന്നെയാണ്, റിലേറ്റീവ്ലി പ്രൈം ആണല്ലേ. റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമ്മൾ പഠിച്ചൊരു തിയറി ഉണ്ട്, Zm ക്രോസ് Zn ഐസോമോർഫി ടു Zmn എമ്മാൻ എന്ന റിലേറ്റീവ്ലി പ്രൈം എന്നൊരു തിയറി ഉണ്ട്. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ എപ്പോഴും സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് മറ്റേ ഐസോമോർഫിക്കായ ആ ഗ്രൂപ്പും എന്ത് തന്നെയായിരിക്കും, സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്, ഐസോമോർഫി ടു ഇതാണ് എന്നറിയാം. അപ്പോൾ എന്തായാലും അതിനൊരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ എന്ന് പറയുന്നത് 1, 1, 1 ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഞാനൊരു നോട്ട് പറയണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി, പഠിക്കാൻ മാത്രമൊന്നുമില്ല.
അത് ഇഫ് പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to n ജി ഐ ഈസ് ദ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ് ജി. നമുക്കറിയാം ജി ഐൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റിന് നമ്മൾ പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to n ജി ഐ എന്ന് എഴുതാം. അതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുകയാണ് നമ്മൾ. ആ സബ്സെറ്റ് ജി ഐ ബാർ എന്നെടുത്തു. അതിലുള്ള n ട്യൂപ്പിൾസ് ആയ എലിമെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ എലിമെൻസും ഐഡൻറ്റിറ്റി, ith എലിമെൻറ്റ് മാത്രം എ ഐ ആയിരിക്കും. ദറ്റ് ഈസ് ദ സെറ്റ് ഓഫ് all n tuples with the identity element in all places but the ith, അതായത് ഐത്തിൽ മാത്രം എ ഐ, ബാക്കി എല്ലാ പ്ലേസസിലും ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്ന എലിമെൻസിൻ്റെ കളക്ഷനാണ് ജി ഐ ബാർ എന്ന് പറയുന്നത്. ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ്, ഇത് നമ്മൾ പ്രൂവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് പ്രൊഡക്റ്റ് ജി ഐൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇറ്റ് ഈസ് ആൾസോ ക്ലിയർ ദാറ്റ് ദിസ് സബ് ഗ്രൂപ്പ് ഈസ് ജി ഐ ഈസ് നാച്ചുറലി ഐസോമോർഫിക് ടു ജി ഐ. അതേപോലെ ഈ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജി ഐനോട് നാച്ചുറലി ഐസോമോർഫിക് ആണ്. നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്താൽ മതി. ത്രൂ ദ മാപ്പിംഗ് phi from gi bar to gi defined by phi of e1 e2 etc ai etc en equal to ai. അതായത് ith എലിമെൻറ്റിലോട്ട് മാപ്പ് ചെയ്യുന്നത് പോലെ ജെ ബാറിൽ ഒരു എലിമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ith എലിമെൻറ്റിലോട്ട് മാപ്പ് ചെയ്ത് പോലെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ 1 1 ആണ്, ഓൺ 2 ആണ്, സ്ട്രെച്ച് പ്രിസർവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു ഐസോമോർഫിസ് ആണെന്ന് പറയാം. അതായത് ജി ഐ എന്ന് പറയുന്നത് ബാർ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ജി ഐ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വി കൺസിഡർ പ്രൊഡക്റ്റ് ജി ഐ ടു ബി ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി സബ് ഗ്രൂപ്പ് ജി ഐ ബാർ. അപ്പോൾ നമുക്ക് പറയാം ഈ പ്രൊഡക്റ്റ് ജി ഐ എന്ന് പറയുന്നത് ജി ഐ ബാർ സബ് ഗ്രൂപ്പ് ജി ഐ ബാറിൻ്റെ ഒരു ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന്. നമ്മൾ സാധാരണ പഠിച്ച ആദ്യത്തെ ഡെഫിനേഷൻ അല്ലേ, അത് 11.2 നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഒരു ഡെഫിനേഷൻ പഠിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ് ജി ഐ ആണ്. ഇത് സബ് ഗ്രൂപ്പ് എടുത്തിട്ട് അതിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ദ ടേം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആസ് applied to direct product of groups just to reflect whether or not we are regarding the component group as subgroup of the product group. നമ്മൾ ഇത് ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ കമ്പോണൻറ്റ് നോക്കിയിട്ട് നമ്മൾ ആ സബ് ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് നോക്കിയിട്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. വി ഷാൽ യൂഷ്വലി ഒമിറ്റ് ദ വേർഡ് എക്സ്റ്റേർണൽ ആൻഡ് ഇൻറ്റേർണൽ ആൻഡ് ജസ്റ്റ് സേ ദ ഡയറക്റ്റ് പ്രൊഡക്റ്റ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റിൽ ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് എക്സ്റ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്, ഡയറക്റ്റ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. വിച്ച് ടേൺ വി മീൻ വിൽ ബി ക്ലിയർ ഫ്രം ദ കോൺടാക്സ്റ്റ്. അപ്പോൾ ഈ ഒരു നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച്, അതായത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് നോക്കുക. കാരണം ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ സബ് ഗ്രൂപ്പ് എടുത്തിട്ട് ആ സബ് ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്സ്റ്റേർണൽ പറഞ്ഞാൽ നമ്മൾ കോമൺലി ആദ്യം പഠിച്ചൊരു ഡെഫിനേഷൻ, അതാണ് എക്സ്റ്റേർണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ LCM എന്താണ്, ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിലെ ഒരു എലിമെൻറ്റിൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ ജനറലായ കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ.